മതവിധി പറയുന്ന ആളത് പാലിച്ചിരിക്കണം, പറയുന്നത് മതവിധിയാകണം. ഇടകലർന്നിരിക്കരുത് എന്നൊരു കാലത്ത് പറഞ്ഞു. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നത് ഞങ്ങൾ വേറെ വേറെ ഇരുത്തിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തന്നെ ഒരേ ക്ലാസ്സിൽ ഒരേ രൂപത്തിൽ ഏത് പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇരുത്തി? അപ്പൊ നിങ്ങളുടെ ആളോട് ഫത്വ വന്നു, ഇങ്ങനെ ഇരുത്താൻ പറ്റുമോ? അന്നയാൾ പറഞ്ഞു അങ്ങനെ ഇരിക്കേണ്ടി വരും, ചിലപ്പോ കണ്ണ് ചിമ്മിയാൽ മതി. നിങ്ങളല്ലേ മാറ്റിയത്? കണ്ണ് ചിമ്മിയാൽ മതി എന്ന ഫത്വ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു ലോ കോളേജ് നടത്തുന്നു ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം പണ്ഡിതൻ. ആ കോളേജുകളിൽ മെരിറ്റിൽ കയറി വരുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ടാവും. അവരൊക്കെ ശരീഅത്ത് കോളേജിൽ പഠിച്ചു വന്നവരായിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ദീനീ ചുറ്റുപാടുകളും നയങ്ങളും അറിവുകളും പഠിച്ചവരായിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള കുട്ടികൾ അതിൽ ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത്, പെൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ നിയമപരമായി സാധിച്ചു കൊള്ളണം എന്നില്ല. അതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം തടയപ്പെടാൻ പാടുമില്ല. അപ്പോൾ പിന്നെന്ത് വേണം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പുല്ലിൽ മോമിനിനെ യഗ്ളൂ ബിൻ അബ്സാരി, മോമിനിങ്ങളോട് പറയണേ കണ്ണ് താഴ്ത്തണേ. അതെന്താ? കാണാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടല്ലേ കണ്ണ് താഴ്ത്തോളൂ പറഞ്ഞല്ലേ? പിന്നെ ഇതിനാ താഴ്ത്തുന്നു? കാണാനുള്ള സാഹചര്യം ഉണ്ടാവും. നമുക്കിപ്പോ ട്രെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ? പ്ലെയിനിൽ കയറി പോകാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എവിടെങ്കിലും പോകാതിരിക്കാൻ പറ്റും? ബസ് കയറി പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ ബസ് കയറിയാൽ, ട്രെയിനിൽ കയറിയാൽ, അല്ലെ പ്ലെയിനിൽ കയറിയാൽ, അല്ലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെയൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടാവും വെച്ച് പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അവിടെ നമ്മളോട് നിർദ്ദേശം എന്താ? വഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. കണ്ണ് താഴ്ത്തിക്കളയണം. കണ്ണ് താഴ്ത്തിക്കള നോക്കണ്ടല്ലോ, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്താണ് ഈ പറയുന്നത്? കുട്ടികളെ ക്ലാസ്സിന് രാവിലെ മുതൽ 3 മണി വരെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാ? എല്ലാവരും കണ്ണ് ചിമ്മ. എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറന്നാൽ അപകടമായി. നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇടകലർത്തിയിരിക്കാറില്ല. ഞങ്ങൾ ചോദിക്കുന്നത് മെക്സ് 7 ആയാലും എന്ത് 7 ആയാലും ഇനി 6 ആയാലും ഈ സംഭവത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഇത് പറയാൻ? കാരണം നിങ്ങളുടെ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ കോളേജുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ഇടകലർന്നിരിക്കുന്നു പരസ്പരം. എന്തൊക്കെയാ ചെയ്യുന്നത്? മർക്കസ് നോളേജ് സിറ്റിയിൽ വന്ന ആ വലിയ പരിപാടി ഇല്ല, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. സംയുക്തമായാണ് 3 ദിവസം നീണ്ടുനിന്ന ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മർക്കസ് നോളേജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത്. ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളടക്കം 40 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു. സമസ്തയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു. പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം വനിതകളുണ്ടായിരുന്നു. പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും. ഇതാണ് സമസ്തയ്ക്കകത്തും പുറത്തും ചർച്ചയാകാൻ കാരണം. സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി. ഈ പ്രസ്താവനയല്ലാതെ ഇന്ന് വരെ അതിന് നടപടിയുണ്ടായോ? 1-2 ദിവസം തുടർച്ചയായി നടന്ന മർക്കസ് നോളേജ് സിറ്റിയിലെ ഈ പരിപാടിയിൽ ആണും പെണ്ണും ഒരുമിച്ച് പങ്കെടുക്കുകയും പെണ്ണുങ്ങൾ പ്രസംഗിക്കുകയും ചെയ്തു. അവിടെ എന്തേ നിങ്ങൾക്ക് ഈ മസല ബാധകല്ലേ? ഈ കണ്ണ് ചിമ്മി ഇരുന്നോന്ന് എനിക്ക് അറിയില്ല. മർക്കസിന്റെ മുറ്റത്ത് പ്രായപൂർത്തിയായ സ്ത്രീകളെ വിളിച്ചു വരുത്തി അവിടെയുള്ള അന്യപുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചിരിക്കുകയും കൈകൊടുക്കുകയും ചെയ്തപ്പോ നിങ്ങളുടെ വാദം അനുസരിച്ച് അതെങ്ങനെ ശരിയാകും എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തു. ഇവർക്ക് എങ്ങനെ ഇത് പറയാൻ അധികാരം? ഇനി ഇവർ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നൊന്നുകൂടി നമുക്കൊന്ന് കാണാം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അവിടെ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത് പേരോട് നിർദ്ദേശിച്ച രൂപത്തിൽ കണ്ണ് ചിമ്മുന്നുണ്ടോ എന്നാണ്. അത് പ്രത്യേകം നോക്കണം. കാരണം ഒരുമിച്ച് കൂടുന്നതിന് കുഴപ്പമില്ല, കണ്ണ് ചിമ്മണം എന്നാണല്ലോ. ഇത് നേരെ തുറച്ചു നോക്കുക. ഏടെ ചിമ്മണ് കണ്ണ്? ഓരോന്ന് വരട്ടെ, നോക്ക്. നിങ്ങളെടുത്ത് നോക്കണ്ട, കണ്ണ് ചിമ്പിയപ്പോൾ ആ ശരിക്ക് കാണാൻ കണ്ണട വരെ വെച്ചിനിതാ. പെണ്ണിനെ നമ്മൾ മറിച്ചതാ.
ആ ഫോട്ടോത്തിൽ മറക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇതാ വേറെ കണ്ടില്ല നിങ്ങൾ, എല്ലാ സ്ത്രീകളും ഇരുന്നിട്ട് ഒരു മറയില്ലാതെ ക്ലാസ്സാ. ഇത് കണ്ണും ചിമ്പിയുള്ള ക്ലാസ്സാ. ഇത് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ നേരിട്ട് ചെയ്യല്ലേ അത്. ഇതൊക്കെ കണ്ണു ചിമ്പിനോ നോക്കി നിങ്ങൾ. അപ്പൊ ഇങ്ങക്ക് ഇതൊന്നും ബാധകമല്ല. അവിടെ പിന്നെ കണ്ണൊന്ന് തായത്തിന് കുറച്ച് കഴിഞ്ഞ പൊന്തിച്ചിട്ടുണ്ടാവും, താത്താരല്ല അപ്പുറത്തുള്ളത്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും വ്യാപകമായി ഇവർ ഇരിക്കുകയാണ്. അവിടെ ഹലിതകൾ ഇപ്പം ഇങ്ങോട്ടാ നോക്കണത്, എന്തായാലും കൊടുക്കണ നോക്കി നിങ്ങൾ ഇപ്പുറത്ത് പണ്ണ. ഇതൊക്കെ നമ്മൾ മറച്ചതാണ്. കണ്ടോ തങ്ങൾ കണ്ടു ഇമ്പോ എല്ലാം നോക്കാനുള്ള പരിപാടിയാ. ഇതൊക്കെ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓരോ ഫത്വ ഇറക്കും, ആ ഫത്വ അനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയണില്ല. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഇവര് നടത്തുന്ന വനിതാ കോളേജുകളുടെ ഉള്ളിലെന്താ അവസ്ഥ? മർക്കസിന്റെ കീഴിൽ നടക്കുന്ന ഹാദിയ കോഴ്സ്, അതിലാരാ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്? ഈ ഉസ്താവുമാരല്ലേ, ഒക്കെ മെഹ്റമാ. 100 പെണ്ണുങ്ങളെല്ലാവരും കൂടി ആങ്ങളാരായി മുദരിസുമാരൊക്കെ. എന്നിട്ട് പെണ്ണ് വന്ന് പ്രസംഗിക്കണുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ നടക്കണേ? മർക്കസിന്റെ ഹാദിയ കോഴ്സിൽ നടക്കുന്ന അവരെ ചടങ്ങുകളിൽ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഞാൻ ഓരോന്ന് വിളിച്ച് പുറത്തിട്ടാല് കണ്ടോട്ടെ, പാട്ടൊന്നും വേണ്ട, സംഗതി കണ്ടാൽ മതി. നിങ്ങൾ നോക്ക്, ഇതൊക്കെ നമ്മൾ ഇവരെ ഉൾക്കാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ദീനുമായിട്ട് ഇവർക്ക് എന്ത് ബന്ധം? ഈ മൊയ്ലിയാമാരും പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചു നിന്ന് പെണ്ണുങ്ങളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിച്ച് അവിടെ തന്നെ സ്ത്രീകളെ കൊണ്ട് കണ്ടോ നോക്കുകൾ എന്താണൊക്കെ രംഗം. ഇങ്ങനെ മൊയ്ലിയാമാരൊക്കെ ഒന്നിച്ചിരുന്ന് സ്ത്രീകളെയും ഇരുത്തിയിട്ട് ഇടകലർന്ന് പെണ്ണും മാണും പ്രസംഗിച്ച്, ഇതൊക്കെ മർക്കസിന്റെ കീഴിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ദീന് പറയാൻ എന്ത് അധികാരമുണ്ട്? അതിന്റെ ഫുള്ള് ഞാൻ കാണിച്ചിട്ടില്ല, അത് ഞായറാഴ്ച പൂനൂരിന്നാണ്.